ഒരു ചെറിയ തട്ടുകടയാന്ന് വെച്ച് കയറിച്ചതാണ്. പക്ഷെ അവിടുത്തെ ഐറ്റംസൊക്കെ എന്നെ ശരിക്കും അതിശയിപ്പിച്ച് കളഞ്ഞു. കാരണം അത്രയ്ക്കധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. പീസ് കറി, കടല റോസ്റ്റ്, മുട്ടക്കറി, നല്ല മുളക് ചാറ് വെച്ച മീൻ കറി, അതുപോലെ തന്നെ ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ, ചിക്കൻ കറി, ചിക്കൻ പാർട്സ് എന്ന് വേണ്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ ഐറ്റംസും എന്തൊക്കെയാണെന്ന് അവരോട് പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഓരോന്നും എടുത്ത് കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അവരെല്ലാം എടുത്ത് കാണിച്ചു തന്നു. ചിക്കൻ കറിയും ബീഫ് കറിയുടെയൊക്കെ ഗ്രേവി ഒരു പ്രത്യേകത പോലെ എനിക്ക് തോന്നി. കാരണം സോസിൻ്റെയൊക്കെ കളറുള്ള പോലത്തെ. പിന്നെ കൂടാതെ ബോട്ടി ഫ്രൈയും ഉണ്ട്. കൂടെ കഴിക്കാനായിട്ട് ദോശയും അപ്പവും പൊറോട്ടയും ഉണ്ട്. ഞാനപ്പോൾ 2 ദോശയും ബീഫ് കറിയുമാണ് പറഞ്ഞത്. എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വന്ന വഴിക്ക് ഈ തട്ടുകട കണ്ടപ്പോൾ അവിടെ കയറാമെന്ന് വിചാരിച്ചു. ദോശയുടെ ഒപ്പം അവർ തക്കാളി ചട്നിയും തേങ്ങ അരച്ച ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. ആ ഒരു ബീഫ് കറി നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 120 രൂപയാണ് ആ ഒരു ബീഫ് കറിക്ക് ചാർജ് ചെയ്യുന്നത്. ഞാനപ്പോൾ ദോശയിലേക്ക് ചമ്മന്തിയും പിന്നെ തക്കാളി ചട്നി ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബീഫിൻ്റെ കറിയൊക്കെ ആ ദോശയുടെ മുകളിലേക്ക് ഒഴിച്ച് ആ ഗ്രേവിയും ആ ചമ്മന്തിയും പിന്നെ ആ ബീഫിൻ്റെ പീസൊക്കെ എടുത്ത് ഞാൻ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് എരിവുള്ള ബീഫ് കറിയൊന്നുമല്ല, ഒരു മധുരവും എരിവും എല്ലാം കൂടി കൂടിയിട്ടുള്ള ബീഫ് കറി. ബീഫിൻ്റെ പീസൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ദോശയും നല്ല സോഫ്റ്റ് ആയിരുന്നു. എനിക്ക് ആ ഗ്രേവിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ പിന്നെ അവിടുത്തെ ബോട്ടി ഫ്രൈയും ഓർഡർ ചെയ്തു. 70 രൂപയാണ് ബോട്ടി ഫ്രൈക്ക് ചാർജ് ചെയ്യുന്നത്. നല്ല പോലെ സവാളയൊക്കെ ഇട്ടിട്ടാണ് തരുന്നത്. പക്ഷേ ബോട്ടി ഫ്രൈ കുറച്ചും കൂടി ഡ്രൈ ആക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ചൂടാക്കിയൊക്കെ തന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായെന്ന് എനിക്ക് തോന്നി. ആ ബോട്ടി ഫ്രൈയും ദോശയും നല്ല കോമ്പിനേഷനായിരുന്നു. പക്ഷേ എനിക്ക് ബീഫ് കറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ദോശയുടെ ഒപ്പം കഴിക്കാനായിട്ട്. ആ ചമ്മന്തിയിൽ കുതിർന്ന് കിടക്കുന്ന ദോശയും ആ ഗ്രേവിയും തക്കാളി ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയും ആ ബീഫിൻ്റെ ഗ്രേവിയും കുറച്ച് പീസും ബാക്കിയുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പൊറോട്ട ഞാൻ പറഞ്ഞു അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. പിന്നെ പൊറോട്ടയും ബീഫ് കറിയും കൂടി കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത മലയാളികൾ ഉണ്ടാവില്ല. അങ്ങനെ പൊറോട്ടയിൽ നിന്ന് ഒരു പീസ് പൊട്ടിച്ചെടുത്ത് ആ ബീഫ് കറിയും കൂടി കൂട്ടി ഞാൻ കഴിച്ചു നോക്കി. പൊറോട്ടയും ബീഫ് കറിയും നല്ല കോമ്പിനേഷനായിരുന്നു. ആ ഗ്രേവിയിൽ ഒന്ന് മുക്കിയെടുത്ത ആ ഒരു പൊറോട്ടയും ആ ബീഫിൻ്റെ പീസും കൂട്ടിക്കഴിക്കാൻ അടിപൊളി ടേസ്റ്റ്. പൊറോട്ടയും ബോട്ടി ഫ്രൈയും ഞാൻ കൂട്ടിക്കഴിച്ചു. പക്ഷേ ശരിക്കും നല്ല കോമ്പിനേഷൻ ആ ബീഫ് കറി തന്നെയാണ്. ബോട്ടി കുറച്ചും കൂടി ചൂടാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയി. പക്ഷേ 70 രൂപയുടെ ബോട്ടി ഫ്രൈ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ആകെ ഡ്രൈ ആവാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ കാക്കനാട് നിന്ന് അത്താണി പോകുന്ന റൂട്ടിൽ റോക്ക് ആൻഡ് ബ്രൂസ് ബാറിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റുള്ള ചെറിയ ഷെഡ് പോലത്തെ തട്ടുകടയാണ്. ഞാൻ അത്രയും ഐറ്റംസ് കഴിച്ചിട്ട് 220 രൂപയായി. അതുപോലെ തന്നെ കാക്കനാട് നിന്ന് ഇൻഫോ പാർക്ക് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡിലായിട്ടും 2 റോഡിൻ്റെ നടുക്കാണ് ഈ സ്പോട്ടുള്ളത്.